ചങ്കളെ ഒരു പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയാണ് ഫാമിലിയുമായിട്ടാ. നമ്മളിങ്ങനെ പോകുന്നത് എവിടേക്കാണെന്നുള്ള വല്ല ഐഡിയ ഉണ്ടാ. നമ്മുടെ ഏറ്റവും വലുത് എന്നുള്ള ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ, ഏറ്റവും വലുത് എന്താണെന്ന് വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും വലുത് എന്താണ്? നമ്മളുടെ തിരൂരിലെ ഫാമിലിയാണ് ഏറ്റവും വലുത്. ഇവിടെ ഇന്ന് ഇനാഗ്രേഷൻ നടന്നിരിക്കുകയാണ് കേട്ടോ, റീ ഓപ്പണിംഗ് ആണ്. അത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫാമിലി മാത്രമല്ല, നമ്മുടെ വൈഫിൻ്റെ ആങ്ങളെയും അവൻ്റെ ഫാമിലിയും അവൻ്റെ വൈഫിൻ്റെ ഉമ്മയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ 1.5 സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭയങ്കര തിരക്ക്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു വസ്ത്ര വിസ്മയമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. വലുത് തന്നെ, തിരൂരിൻ്റെ വലുത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയാണ്, തിരൂരിൻ്റെ ഫാമിലി. ഇവിടെ വന്നപ്പോൾ 1.5 എങ്ങനെ ഇത്രയും മാറ്റം വരുത്താൻ പറ്റിയെന്ന് നമുക്ക് അത്ഭുതമാണ് കേട്ടോ. കാരണം ഇവർ അങ്ങനെ കട കൂടുതലായിട്ട് അടച്ചിട്ടോന്നൊന്നും നമുക്ക് ഐഡിയ ഇല്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. ഒരു ഏരിയ നമ്മൾ നടന്നിങ്ങനെ കഴിഞ്ഞാൽ മണിക്കൂറുകൾ വേണ്ടി വരും ഓരോ മുക്കിലും മൂലയിലും എത്താൻ. ഒക്കെ എല്ലായിടത്തും വസ്ത്രങ്ങളാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഓരോരുത്തരുതായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2nd ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ശരിക്കും ആദ്യം ഒന്ന് ഫുള്ളായിട്ടൊന്ന് കറങ്ങി കണ്ടതിൻ്റെ ശേഷം പർച്ചേസിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ഉദ്ഘാടനമല്ലേ, അപ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ട് വേണ്ടേ ഒന്ന് വിലയിരുത്താൻ, നിങ്ങളോട് പറഞ്ഞു തരാൻ. അതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ വെഡ്ഡിങ് സെക്ഷനാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഏത് ഡ്രസ്സാണോ, എങ്ങനത്തെ ഡ്രസ്സാണോ, ഏത് സൈസിലുള്ളതാണോ, എന്ത് ഫങ്ഷനാണോ നിങ്ങൾക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കുക. വേറൊരു ഷോപ്പിലും പോകണ്ട, അത്ര ഓരോ ഐറ്റം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സാരി സെക്ഷനാണ് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഫുള്ളായിട്ട് നമുക്കൊന്നിങ്ങനെ കണ്ട് വിലയിരുത്താമെന്ന് വിചാരിച്ചിട്ട്. ഇത് തിരൂരിന് ഒരു തൂവലാണ്, പൊൻതൂവലാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ തിരൂരിനെ വിട്ട് വേറെ എവിടേക്കും പർച്ചേസിങ്ങിനായിട്ട് പോകണ്ട. നമ്മുടെ തിരൂർ തന്നെ നമുക്ക് എങ്ങനെ ഡ്രസ്സ് ഐറ്റംസിൽ വേണമെന്നുണ്ടെങ്കിലും അത് ഇവിടെ കിട്ടും. ഇനി ഇതാ ഒരു പർദ്ദയുടെ സെക്ഷനാണ്. അപ്പോൾ അവിടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും മണിക്കൂറുകൾ വേണം. നിങ്ങൾക്ക് വീഡിയോസ് നമുക്കിങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ ഒരു ചടപ്പ് വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇനി നമ്മളിത് 2nd ഫ്ലോറിലേക്കും 3rd ഫ്ലോറിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അവിടെ നമ്മുടെ ചുരിദാറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുമാണ്. ഉദ്ഘാടനത്തിൻ്റെ ദിവസം ആയതുകൊണ്ടാണോ അതോ പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആണോ എന്നും അറിയില്ല. എന്തായാലും നല്ല തിരക്കാണ്. എവിടെ നോക്കിയാലും ആൾക്കാരാണ് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവിടെ ഭയങ്കര ഉഷാർ തന്നെ. കാരണം ഇവരുടെ ആഡ് നമുക്ക് പരസ്യം നമുക്ക് അത്ഭുതം വന്നിരുന്നു. ഇത് ഏറ്റവും വലുത് എന്തെന്ന് വെച്ചിട്ട് ഒരു പോസ്റ്റ് മാത്രം കണ്ടിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരുന്നു, ഇത് എന്താണ്, ഇതിൻ്റെ പരസ്യം എന്താണ്. പലരും പല ഉത്തരങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഏറ്റവും വലുത് നമ്മളുടെ തിരൂരിൻ്റെ ഫാമിലിയാണെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലാണോ, എങ്ങനത്തെ സൈസാണോ, എന്താണോ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് അത് ഇവിടെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പർച്ചേസിങ് ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പർച്ചേസൊക്കെ ചെയ്ത് നമ്മുടെ ബില്ലിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മളിത് റിട്ടേൺ അടിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും വരാം. അതുവരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.